ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല നിമിഷത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമുക്ക് വായിച്ചതായ തിരുവെഴുത്തിലേക്ക് നമുക്കൊന്നും കൂടെ പോകാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. ഒന്ന് നിങ്ങളുടെ വായി കൊണ്ട് പറഞ്ഞേ, ആരും അപഹരിക്കാത്ത ഒന്ന് എനിക്കുണ്ട്. ആർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒന്ന് എനിക്കുണ്ട്. ആർക്കും അപഹരിക്കാമെന്ന് വിചാരിക്കേണ്ടാത്ത ഒന്ന് എനിക്കുണ്ട്. അത് ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ചെടുത്തതാണെന്ന് വിശ്വാസമുള്ള ആരെങ്കിലും ഇന്ന് ഇതിനകത്തുണ്ടോ? അപഹരിക്കാൻ കഴിയാത്ത ഒന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് സ്വീകരിച്ചതാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? യേശു കർത്താവ് യാത്രയുടെ മധ്യേ മാർത്ത എന്ന സ്ത്രീ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോ മാർത്ത യേശു കർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ, യേശു കർത്താവിനെ സ്നേഹിക്കാൻ തന്നാലാവോളം തനിക്ക് ചമയ്ക്കാൻ കഴിയുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കി യേശുവിനെ നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമുക്ക് വീട്ടിലേക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല അതിഥിയാണ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ, വിശ്വസ്തനായി നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് യേശുവിനുള്ളത്. ഒരു നല്ല ഗസ്റ്റാണ് കർത്താവായ യേശു. ഒരു നല്ല ഗുരുവാണ് കർത്താവായ യേശു. ഗസ്റ്റിനെ നിറയ്ക്കേണ്ടത് ആ ഗസ്റ്റിനെ ക്ഷണിച്ച വ്യക്തിയുടെ കർത്തവ്യമാണ്. എന്നാൽ എല്ലാ ഗസ്റ്റും ഭക്ഷണത്താൽ നിറയുമ്പോൾ എന്റെ കർത്താവിന്റെ നിറവ് എന്താന്ന് ചോദിച്ചാൽ, അവനെ വീട്ടിൽ കൈക്കൊണ്ടവൻ നിറയുന്നതാണ് അവന്റെ നിറവ്. അവനെ വീട്ടിൽ സ്വീകരിച്ചവൻ നിറയുന്നതാണ് അവന്റെ നിറവ്. ഓ റബഖതലബോഷിയ, അവനെ വിശ്വസിച്ചവൻ നിറയുന്നതാണ് അവന്റെ നിറവ്. കാരണം വീട്ടിലേക്ക് വരുന്ന കർത്താവ്, വീട്ടിലേക്ക് കയറുന്ന കർത്താവ് ശൂന്യമായി കയറി വരുന്നവനല്ല, നിറഞ്ഞ് കയറി വരുന്നവനാണ്. വെറുതെ കയറി വരുന്നവനല്ല, നിറവോടെ കയറി വരുന്നവനാണ്. അപ്പൊ വീട്ടിൽ കയറി വന്ന യേശു കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാർത്ത തന്നാൽ ആവോളം പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ തന്റെ സഹോദരിയായ മറിയ യേശു വന്നപ്പം മുതൽ യേശുവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. യേശു വന്ന് ഇരുന്ന് കിട്ടിയായിരുന്നെങ്കിൽ അതിന്റെ ചുവട്ടിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞ് മറിയ നോക്കി നടക്കുക. അതുകൊണ്ട് തന്നെ മാർത്ത ഇടം കണ്ണിട്ട് നോക്കുമ്പോഴെല്ലാം മറിയെ യാതൊരു കാരണവശാൽ ആംഗ്യം കാണിച്ചു പോലും വിളിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? മറിയയുടെ ശ്രദ്ധ മാർത്തയിലേക്ക് പോകുന്നതേയില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയാം. ഒരേ സമയം മറിയ യേശുവിനെയും മറു കണ്ണുകൊണ്ട് മാർത്തയെ നോക്കിയിരുന്നെങ്കിൽ മാർത്തയും യേശുവിനെയും അറ്റൻഡ് ചെയ്യാൻ മറിയയ്ക്ക് പറ്റത്തില്ലായിരുന്നു. മാർത്ത അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം മറിയയിലേക്ക് ഏറ് കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ എഴുന്നേറ്റ് വാടി ഇങ്ങോട്ട് എന്നൊന്ന് ആംഗ്യമെങ്കിലും കാണിക്കാമായിരുന്നു. പക്ഷെ മറിയ
നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഭാഗത്ത് മാർത്ത പോകുന്ന കാറ്റ് പോലും മറിയ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവളുടെ ഫുൾ അറ്റൻഷൻ യേശുവിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇന്ന് ഈ വീട്ടിൽ മാർത്ത നിറയുമോ, മാർത്ത വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന യേശു നിറയുമോ, പാദപീഠത്തിൽ ഇരിക്കുന്ന മറിയ നിറയുമോ? നിങ്ങൾ പറ. ഗ്ലോറി ടു ഗാഡ്. നിങ്ങൾ പറ. ഇവര് രണ്ടുപേരും അല്ല, മൂന്നാമത് ഞാൻ പറഞ്ഞ മറിയ നിറയുന്നതെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. കാരണം അവൾ മാർത്തയുടെ കാറ്റ് പോലും ശ്രദ്ധിക്കുന്നില്ല. വീട്ടിൽ നന്നേ പണിയുണ്ടെന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ ഒരു പ്രത്യേകമായ രീതിയിലായിരിക്കും കുക്കിംഗ്. നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല, അവരുടെ ഇഷ്ടം കൂടെ നോക്കി നമ്മൾ പലതും ചെയ്യും. ഇവിടെ മറിയയുടെ വിഷയം അതൊന്നുമല്ല. മറിയയുടെ വിഷയം യേശുവാണ്. നീ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നീ ഉപവസിക്കുകയും കർത്താവിന്റെ പാദം പറ്റി നിനക്ക് കിട്ടുന്ന സമയമൊക്കെ നീ ഇരിക്കാൻ ശ്രമിക്കുകയും നീ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ പല മാർത്തമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാറ്റും പറപ്പിച്ചുകൊണ്ട് നടക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവര് നടക്കുമ്പോൾ ഒരു ട്രെയിൻ പോകുന്ന വേഗതയിൽ കാറ്റടിക്കണം എന്നുണ്ടെങ്കിൽ അത് നിന്റെ ശ്രദ്ധയൊന്ന് തെറ്റിക്കാനാണ്. ഇവിടെ ഞാൻ മാർത്തയെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അങ്ങനെ കരുതല്ലേ. മാർത്തയെ കുറ്റപ്പെടുത്തുകയല്ല. മാർത്തയുടെ വ്യസനം മാർത്ത പറഞ്ഞത് ശരിയാ, ഞാൻ ഒറ്റയ്ക്കാ കിടന്ന് എല്ലാ കാര്യവും ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു അസൈൻമെന്റിലാണ് ഇവിടെ മറിയെ ദൈവാത്മാവ് പിടിച്ചിരുത്തിയേക്കുന്നത്. ഇവിടെ ഈ മറിയ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതെ അല്ല, ഇരിക്കുന്നതല്ല, എന്തോ മറിയ ഒരു നിയോഗത്തോടെ ദൈവസന്നിധിയിൽ ഇരുത്തിയേക്കുക ദൈവം. ഈ നാളുകളിലായി ദൈവം ചിലരെ ഒരു പ്രത്യേക നിയോഗത്തോടെ ദൈവസന്നിധിയിൽ ഇരുത്തിരിക്കുകയാണെന്ന് ഈ വചനം എനിക്ക് ബോധ്യം തരുന്നുണ്ട്. ആമേൻ. ഈ നാളുകളിൽ നീ മുന്നേ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നതും മുന്നേ ദൈവവചനം അറ്റൻഡ് ചെയ്തതിനേക്കാൾ അധികം നീ അതിന് അറ്റൻഷൻ കൊടുക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും നീ അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതും എല്ലാം ഒരു പ്രത്യേക നിയോഗത്തോടെ സ്വർഗം നിന്നെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം മറിയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് യേശുവാ. ആര് പറയുന്നത്? മറിയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് യേശുവാ. സാക്ഷ്യം പ്രാപിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കണം. അബ്രഹാം ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച മനുഷ്യനാ. എന്റെ ചങ്ങാതിയാ ഇവനോട് പറയാതെ ഈ ഭൂമണ്ഡലത്തിൽ ഞാൻ ഒന്നും ചെയ്യുകയല്ല. ഹാനോക്ക് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യനാ, ദൈവത്തിന്റെ കൂടെ നടന്ന വ്യക്തിയാ. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യൻ വിരളമാണ്. എന്നാൽ ഞാൻ വളരെ സരളമായി നിങ്ങളോട് പറയട്ടെ, നിനക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കണമെങ്കിൽ നീ എടുത്താ പൊങ്ങാത്ത പർവ്വതമൊന്നും പൊക്കണ്ട, നീ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാ മതി. രണ്ട് കാര്യമുണ്ട്. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന രണ്ട് കാര്യം നടക്കും. ഇരിക്കണോ? പ്രാർത്ഥിക്കണോ? പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. രണ്ട് കാര്യം നടക്കും സുഹൃത്തെ. ഒന്ന്, നീ മാർത്തയുടെ കൂടെ അടുക്കളയിൽ കിടന്നാൽ കരി പറ്റും. നീ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ എണ്ണ പറ്റും. കാര്യം പിടികിട്ടിയോ? നീ മാർത്തയുടെ കൂടെ അടുക്കളയിൽ നിന്നാൽ കരി പറ്റും. കർത്താവിന്റെ പാദപീഠത്തിൽ നീ ഇരുന്നാൽ എണ്ണ പറ്റും. അഭിഷേകത്തിന്റെ എണ്ണ പറ്റും, പതിയും. കരി മായ്ച്ചാ മായും, എണ്ണ തൂത്താ പോവുകയല്ല. രണ്ട്, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാലുള്ള ഗുണം: ഒന്ന്, നീ ഒരു സാക്ഷിയായി മാറും. രണ്ട്, ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നമ്മൾ ചിലരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കും. ഇരുന്നേച്ച് അവര് പറയുന്ന എല്ലാ വാക്കിനും യെസ് മൂളി കമന്റ് പറഞ്ഞില്ലേ എങ്ങനെയാന്നോർത്ത് നമ്മൾ കമന്റ് പറയും. പക്ഷെ നമ്മൾ വീടെത്തുന്നതിന് മുന്നേ നിന്നെക്കുറിച്ച് ഉഗ്രൻ സാക്ഷ്യവും ട്രോളും ആയിട്ട് അത് പുറത്തിറങ്ങും. കാര്യം നിങ്ങളൊന്ന് മൂളിയേ കാണത്തുള്ളൂ, പക്ഷെ നിങ്ങൾ തുമ്മി എന്നുള്ള രീതിയിൽ ട്രോൾ ഇറങ്ങും. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് തിരുവെഴുത്ത് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്ന പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പക്ഷെ മറിയയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇരിക്കേണ്ട ഇരിപ്പിടം എവിടാന്ന്. ഈ നാളുകളിൽ നിങ്ങൾ എവിടെ പോയാൽ വിടുതൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെ ഒന്നായാൽ ജയമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും.
ഞാൻ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു, മറിയ ഇരുന്നത് പരിഹാസിയുടെ ഇരിപ്പിടത്തിലല്ല, മറിയ ഇരുന്നത് ഇരിക്കേണ്ട സന്നിധിയിൽ തന്നെയാണ്. ഹല്ലേലൂയ! മറിയ ഇരുന്നത് ഇരിക്കേണ്ട സന്നിധി തന്നെ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നീ ഒരു സാക്ഷിയായി മാറും, നിന്റെ ജീവിതം സാക്ഷ്യമായി തീരും. രണ്ട്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ ദൈവം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന അളവിൽ കാര്യങ്ങൾ തിരിയും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവസന്നിധി പറ്റിപ്പിടിച്ചിരിക്കുന്ന, രാത്രിയെന്നില്ല, പകലെന്നില്ല, ഉച്ചയെന്നില്ല, അധികാലത്തെയെന്നില്ല, സമയം നോക്കാതെ കിട്ടുന്ന സമയം ദൈവസന്നിധിയിൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലതിനെ നോക്കി ദൈവാത്മാവിൽ ഞാൻ നിയോഗത്തോടെ പ്രവചിക്കുന്നു, നിന്റെ ജീവിതം സ്പാർക്ക് ചെയ്യാൻ പോകുകയാണ്. നിന്റെ ജീവിതം തീപ്പൊരി പോലെയാകാൻ പോകുകയാണ്. നീ ചെന്ന് വീഴുന്നട എല്ലാം കത്താൻ പോവുകയാണ്. നീ തൊടുന്നതിന്മേലെല്ലാം ചില പകർച്ചകൾ നടക്കാൻ പോവുകയാണ്. നിന്നെക്കുറിച്ചുള്ള ആലോചനകൾ, നിന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ ദൂതുകൾ, നിന്നെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറി അത് റീഓപ്പൺ ആകാൻ പോവുക. ഇന്ന് ദൈവത്തിങ്കൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവന്റെ മേൽ ഈ തീ വീണോണ്ടിരിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവിങ്കൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവന്റെ മേൽ ഈ തീ വീണോണ്ടിരിക്കുക. ഇന്ന് ദൈവത്തിങ്കൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവന്റെ മേൽ ഈ തീ വീണോണ്ടിരിക്കുക. രണ്ട് കാര്യം നടക്കും. കാരണം ഉരസി 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 ഇരിക്കുന്നത് ഒന്ന് കർത്താവിന്റെ പാദവുമായി, രണ്ട് ദൈവത്തിന്റെ വചനവുമായി. അതാ യേശു. എന്നാ ശരിക്കും പറഞ്ഞാൽ കർത്താവ് മറിയയെ ഉയർത്തിയില്ലെങ്കിലും മാർത്തയെ ശാസിക്കാൻ പാടില്ലായിരുന്നു. ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു വീട്ടിൽ കയറി പോകുന്നു. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കയറി പോകുന്ന സമയത്ത് എന്നെ അവിടെ ക്ഷണിച്ച വ്യക്തി എൻ്റെ അടുത്ത് വരുന്നുമില്ല. അവിടുത്തെ പിള്ളേര് വന്നിരുന്ന് എന്നാ ഉണ്ടാച്ചാ കാര്യം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചുമ്മാ കുറെ സമയം കളയുകയും, എന്നെ ക്ഷണിച്ച വ്യക്തി അടുക്കളയിൽ കിടന്ന് എന്നെ നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ വന്ന് എന്നോട് കുറ്റം പറയാണ്. ഈ പെൺകൊച്ച് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ എൻ്റെ കൂടെ വന്നൊന്ന് കിച്ചണിൽ ഹെൽപ്പ് ചെയ്തെങ്കിൽ പാസ്റ്ററെ ഞാനൊരു 10 മിനിറ്റ് നേരത്തെ പാസ്റ്റർ അടുത്ത് വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ഉടനെ പറയുമോ അവരെടുത്ത്, ഈ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു, നീ കാണിക്കുന്നതെന്ന് ശരിയല്ലെന്ന് ഞാൻ പറയുമോ? ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ മോളെ ഉയർത്തിയില്ലെങ്കിലും ആ സിസ്റ്ററിനെ താഴ്ത്താൻ തയ്യാറാകത്തില്ല. കാരണം എനിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്ററെ വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ നിങ്ങൾ ഒത്തിരി ഒന്നും അങ്ങനെ കുക്ക് ചെയ്യേണ്ടെന്നേ, സാരമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ പിടിച്ചിരുത്തുകയല്ലേ ഉള്ളൂ. പക്ഷെ കർത്താവ് പരസ്യമായി അവളെ ശാസിച്ചു. അല്ലേ? കർത്താവ് പരസ്യമായി ശാസിച്ചു. ശാസിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, കുക്ക് ചെയ്തത് കൊണ്ടല്ല, മനം കലങ്ങിയത് കൊണ്ടാണ്. മനം കലങ്ങിയത് കൊണ്ടാണ്. കാരണം ഇവളുടെ വെപ്രാളത്തിനല്ല ദൈവം ശാസിച്ചേ. ഇവൾ ഈ പ്രയർ ടൈമിൽ പോയി കുക്ക് ചെയ്യുന്നോണ്ടും അല്ല കർത്താവ് ശാസിച്ചേ. ഇവൾ രണ്ട് കാര്യത്തിനകത്ത് ഇവളെ ബന്ധിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യം ഇവളുടെ മേൽ ബന്ധന കാരണമായി കിടപ്പുണ്ട്. ഒന്ന്, പലതിനെ ചൊല്ലിയുള്ള വിചാരം. അത് കുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്തുണ്ട്. വെറും കുക്കിങ്ങിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ദൈവം സംസാരിക്കുന്നത്. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നതിൽ ഒരു കാരണമാണ് എനിക്ക് വേണ്ടി നീ കുക്ക് ചെയ്യുന്ന ഈ കാര്യം. രണ്ട്, വിചാരം മാത്രം മതി കുക്കിംഗ് ആണെങ്കിൽ, മനം കലങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ പല വിചാരങ്ങളാൽ മനം കലങ്ങിയിരിക്കുന്ന ഒരവസ്ഥയും മാർത്തയ്ക്കുണ്ട്. മോളെ, നീ പലതും കൊണ്ട് നീ ചിന്തിച്ച് മനം കലങ്ങി നീ അവിടെ സാമ്പാറിന് ഉപ്പിടുന്നതിന് പകരം പഞ്ചസാര ഇടാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. എത്ര വിശിഷ്ടാതിഥിയാണെന്ന് പറഞ്ഞാലും മനസ്സ് ശരിയല്ലെങ്കിൽ കുക്കിംഗ് പോയിട്ട് പ്രാർത്ഥന പോലും ശരിയാകത്തില്ല. പല വിചാരത്തിനകത്താണെന്നുണ്ടെങ്കിൽ നീ ചർച്ചിന്റെ മുന്നേ കൂടെ പാസ് ചെയ്ത് 1.5 കിലോമീറ്റർ പോയാലും നീ ചർച്ച് കടന്നാ നീ 1.5 കിലോമീറ്റർ പോയെന്ന് നീ അറിയത്തില്ല. കാരണം നീ നിൽക്കേണ്ട ഡെസ്റ്റിനേഷനിൽ നിന്റെ വണ്ടി നിർത്തി
നിർത്താതെ, നീ നിൽക്കേണ്ട പോയിന്റിൽ നിന്നെ നിർത്താതെ, നീ ചെല്ലേണ്ട ഇടത്ത് നിന്നെ കൊണ്ടുപോകാതെ, നീ പിടിക്കേണ്ടതിന്മേൽ നിന്നെ പിടിക്കാൻ അനുവദിക്കാതെ, നീ എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കാതെ, നീ എത്തേണ്ട സമയത്ത് നിന്നെ എത്തിക്കാതെ, നിന്നെ ദൂരങ്ങൾ താണ്ടി കൊണ്ടുപോയി വാഗ്ദത്തത്തിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ നിന്നും നീ പ്രാപിക്കേണ്ടതിൽ നിന്നും വിദൂരത്തിലെത്തിക്കുന്ന ഒന്നാണ് പലതിനെ ചൊല്ലിയുള്ള വിചാരം. അതാ ഞാൻ പറഞ്ഞേ, സാമ്പാറിൽ ഉപ്പിടേണ്ടതിന് പകരം പഞ്ചസാര എടുത്ത് തട്ടും, മുളക് പൊടി എടുത്തിടേണ്ടതിന് പകരം ഡിറ്റർജന്റ് പൗഡർ എടുത്തിടും. ഇതെല്ലാം പല വിചാരം നടക്കുന്ന കാര്യ, പല വിചാരത്താൽ നടക്കുന്ന കാര്യ. ഹല്ലേലൂയ. സ്പൂണ് കൊണ്ട് ഇളക്കേണ്ടതിന് പകരം ചൂല് കൊണ്ട് ഇളക്കും. പല വിചാരം കിടന്നുള്ള കാര്യം. ഞാൻ തമാശ രൂപത്തിൽ പറയുന്നതാ, പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച ആൾക്കാർ ഇതിനകത്തുണ്ട്. സാമ്പാറിന് ഒരിക്കൽ ഉപ്പിട്ടു, 3 വട്ടവും ഇട്ടു, 4ാം വട്ടം ഇടാൻ പോയപ്പോഴാ കുഞ്ഞു പറയുന്ന, അമ്മേ 2 വട്ടം ഉപ്പിട്ടതല്ലയോ. ഹല്ലേലൂയ. ഇതൊക്കെ നടന്ന കാര്യാട്ടോ. പ്രൈസ് ഗാഡ്. നമ്മൾ എത്തേണ്ട സ്ഥലം കഴിഞ്ഞിട്ടും ബസ്സിൽ നിന്ന് ഇറങ്ങാതെ വീണ്ടും 2 സ്റ്റോപ്പ് അപ്പുറം പോകുമ്പോ, അയ്യോ എനിക്ക് അവിടെ അല്ലായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിലല്ലായിരുന്നു എനിക്ക് ഇറങ്ങാനുണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് 2 സ്റ്റോപ്പിന് അപ്പുറം ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ച് തിരിച്ചു വന്നവർ ഒത്തിരിയും പേരുണ്ട്. സ്തോത്രം. പലതിനെ ചൊല്ലി മനം കലങ്ങി, പലതിനെ ചൊല്ലി മനം കലങ്ങി ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമേലിരിക്കുമ്പോ ആമേൻ ആമേൻ ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം എന്താ, എന്തുവാ പ്രാർത്ഥിച്ച് ഇതുവരെ എത്തിയത്, ഞാൻ എന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പോലും അറിയാതെ ഓർമ്മ വന്നപ്പോൾ, പ്രാർത്ഥന സ്ഥലത്താണെന്ന് ഓർമ്മ വന്നപ്പോൾ ചിന്തിച്ചു പുറകിലോട്ട് പോയവരും ഒത്തിരിയും പേരുണ്ട്. മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും അതുകൊണ്ട് മനം കലങ്ങി. നീ വിചാരപ്പെട്ടത് കൊണ്ട് നിന്റെ വിഷയത്തിന് 1 മുഴം കുറഞ്ഞായിരുന്നെങ്കിൽ ലാഭമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നീ വിചാരപ്പെട്ടത് മുഴുവൻ റോങ്ങാ. എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ നോക്കിയേ, എന്നാൽ അല്പമേ വേണ്ടു, വിശ്വാസമുള്ളവന് അല്പമേ വേണ്ടു, വിശ്വാസമുള്ളവന് അല്പമേ വേണ്ടു. യേശു കർത്താവ് തന്റെ മുമ്പിൽ വന്നിരുന്ന 10,000 പുരുഷാരത്തിന് കൊടുക്കാൻ വേണ്ടി ആ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്ററിംഗ് സർവീസിൽ ഒന്നും അന്വേഷിച്ച് നടന്നില്ല. അവിടെ ഒരു ബാലന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും 1 നുറുക്ക് മീനും എടുത്ത് കയ്യിൽ വെച്ച് വാഴ്ത്തി ഇക്കണ്ട ജനത്തിന് മുഴുവൻ വിളമ്പിയതിന് ശേഷം ശേഷിക്കുന്നത് 12 കൊട്ടയിൽ ശേഖരിച്ചപ്പോൾ അല്പമുണ്ടായിരുന്നതിൽ നിന്ന് വിശ്വാസത്തോടെ അധികമായി വർദ്ധിപ്പിച്ചതുപോലെ ഇന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ താങ്കൾ ഇരിക്കുമ്പോൾ അല്പവിശ്വാസവും കൊണ്ട്, ഒരല്പ പ്രതീക്ഷയും കൊണ്ട്, ഒരല്പ ആയുസ്സും കൊണ്ട് നീ ദൈവസന്നിധിയിൽ ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്ന് നീ വിശ്വാസത്തോടെ ഇരിക്കുകയാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ ദീർഘിപ്പിക്കാൻ പോവുക. നിന്റെ വാഗ്ദത്തങ്ങൾ മുറിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കാം. ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകളെല്ലാം എവിടെയോ പാതി വഴിയിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം. ദൈവം നിങ്ങളോട് അറിയിച്ച കാര്യങ്ങൾ, ദൈവം നിങ്ങളോട് മാത്രമായി സംസാരിച്ച് ഇടപെട്ട ചില കാര്യങ്ങൾ ഒന്നും ഒരുപക്ഷെ ഇതുവരെയും നിങ്ങൾക്ക് പൂർണ്ണ അളവിൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. നിരാശമേൽ നിരാശകൾ നിന്റെ മേൽ കൊണ്ടിട്ട് നിന്റെ അഭിഷേകത്തിന് പോലും ചലിക്കാൻ കഴിയാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ടും നിരാശകൾ കൊണ്ടിട്ട് ഒന്നു മാറി ഓരോന്നും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് ശോഭിക്കാൻ പോലും കഴിയാതെ ദുഃഖ ഭാണ്ഡക്കെട്ടും ഭാരവുമായി നിന്നെ പിശാചൊരു മൂലയ്ക്ക് ഒതുക്കിയിട്ടിരിക്കുമ്പോ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, മാർത്തേ, എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, എനിക്ക് അല്പം തീ അകത്ത് കത്തുന്ന ഒന്നിനെ മതി. യേശുവിന്റെ നാമത്തിൽ അല്പം തീ അകത്ത് കത്തുന്ന ഒന്നിനെ മതി. എനിക്ക് നിന്റെ വിഭവ സമൃദ്ധമായ സദ്യ അല്ല വേണ്ടത്, എനിക്ക് അല്പം തീ അകത്ത് കത്തുന്ന ഒന്നിനെ മതി. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി, ഇന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കി ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, അധികമൊന്നുമില്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി ശോഭിക്കാൻ അല്പമായിട്ടുള്ളൊരു തീപ്പൊരി നിന്റെ അകത്തുണ്ടെങ്കിൽ സ്വർഗം നിന്നെ ഉപയോഗിക്കും.
ഇന്ന് നീ തൊടുന്നതെല്ലാം പൊന്നാകുന്നുണ്ടോ നല്ല ചോദ്യം. ഇന്ന് നീ എന്തിനെങ്കിലുമൊക്കെ അധികാരിയാണോ നല്ല ചോദ്യം. നീ എന്തെങ്കിലുമൊക്കെ നേടിയോ നല്ല ചോദ്യം. പക്ഷേ ആർക്കും അപഹരിക്കാൻ കഴിയാത്തൊരു ദൈവസ്നേഹവും അവന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ഒരു ദാഹവും ഒരു വാഞ്ചയും ഒരു തീപ്പൊരിയും നിന്റെ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, കത്തണമെന്നല്ല ഞാൻ പറയുന്നേ, ഒരു തീപ്പൊരിയെങ്കിലും അണയാത്ത ഒരു തീ കനലെങ്കിലും അകത്ത് കിടപ്പുണ്ടെങ്കിൽ നിന്റെ മേൽ സ്വർഗം ഊതുക. നിന്റെ മേൽ സ്വർഗം ഊതുക. കാരണം നീ കത്തിയാൽ നീ ഒരു പോൾ യോങ്കിച്ചോയായി മാറും, അതിനേക്കാൾ അപ്പുറമായി മാറും. നീ കത്തിയാൽ നീ ഒരു പ്രാർത്ഥനാ പോരാളിയായി മാറും. നീ കത്തിയാൽ നീ അപ്പനുറുക്കുകളെ വാഴ്ത്തി വിളമ്പി 12 കൊട്ട ശേഖരിക്കത്തക്ക നിലയിൽ നിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന നിലകളിലായി മാറും. നീ കത്തിയാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കത്തക്ക നിലകളിൽ നിന്നെ ദൈവം ഉപയോഗിക്കുന്ന നിലകളിലായി മാറും. നീ കത്തിയാൽ നിന്നെ ലോക്ക് ചെയ്തതിനെ നീ പൊട്ടിക്കുകയും ചെയ്യും. ഇതുപോലെ അനേകരെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതിനെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു വ്യക്തിത്വമായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് അധികമൊന്നും വേണ്ട വാർത്തേ, അല്പമേ വേണ്ടു. അല്ല, കത്തുന്ന ഒന്നേ വേണ്ടു. ഒന്നേ വേണ്ടു, ഒന്നേ വേണ്ടു. നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ നിരാശപ്പെടരുത്. നിങ്ങളുടെ വീട്ടിൽ 5 അംഗമുണ്ട്, 6 അംഗമുണ്ട്, 7 അംഗമുണ്ട്, 7 അംഗവും ഒരുമിച്ച് പ്രാർത്ഥനാ പായിലിരുന്ന് ഒരുപോലെ ഒരേ സമയം പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ നിരാശപ്പെടരുത്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ നിരാശപ്പെടരുത്. ഒന്നേ വേണ്ടു, തീ അകത്തുള്ള ഒന്നേ വേണ്ടു, തീ അകത്തുള്ള ഒന്നേ വേണ്ടു. അയ്യോ മാർത്തേവ, യേശു കടന്ന് വിളിച്ചില്ല. മാർത്തേ, നീ വന്നാലേ എനിക്ക് ദൂത് വരൂ, നീ വന്നാലേ ദൂത് വരൂ, നീ വന്നാലേ പ്രവചനം വരൂ, നീയും കൂടെ അടുത്തിരുന്ന് കൈതട്ടി ശബ്ദം കൂട്ടിയാലേ എനിക്ക് പ്രവചനം വരൂ. വരൂ മാർത്തേ. ആരെയും വിളിച്ചില്ല, കർത്താവ് ആരെയും വിളിച്ചില്ല. നമ്മൾ വിളിക്കും, വാടി, വാടാ, വാടോ, വന്നിരുന്ന് പ്രാർത്ഥിച്ചാലേ നിനക്ക് ആത്മാവ് ഇറങ്ങത്തുള്ള. ആത്മാവുള്ളവൻ അടുത്തു വന്നിരിക്കും. നിന്റെ ആരാധന ശക്തി കാന്തികമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോ അകത്തിരിക്കുന്നവനും അകന്നിരിക്കുന്നവനും നിന്റെ കൂടെ ഇരുമ്പിൻ കഷ്ണം വന്ന് ചേരുന്ന പോലെ. ഇത് ആത്മാവ് ആരോടൊക്കെയോ പ്രവചിച്ച് സംസാരിക്കുക. ഹല്ലേലൂയ. എത്ര കാലം വിളിക്കും? വാടി, വാടി, വാടാ, വാടാ. നാളെയും വിളിച്ചോണ്ടിരിക്കും. അവിടെ ഇരുന്ന് ആരാധിക്കുക, അവിടെ ഇരിക്കുക. അകത്ത് തട്ടുന്നവൻ അകത്ത് തട്ടട്ടെ. അകത്ത് കിടന്ന് പിച്ചുമ്പയും പറയുന്നവൻ അവിടെ കിടന്ന് പറയട്ടെ. അകത്ത് കിടന്ന് സാമ്പാറിനകത്ത് ഇളകുന്നവൻ അവിടെ കിടന്ന് ഇളകട്ടെ. പക്ഷേ തീയായിട്ട് പാദപീഠത്തിൽ ഇരിക്കുന്ന നിന്റെ ആരാധന കൊണ്ട് പരാതി പറയാനെങ്കിലും നിന്റെ അടുത്ത് വരും. പരാതി പറയാനെങ്കിലും നിന്റെ അടുത്ത് വരും. ഇന്ന് പരാതി പറയാൻ വരും, നാളെ സാക്ഷ്യം പറയാൻ വരും. ആമേൻ. ഇന്ന് പരാതി പറയും. എന്തൊരു പ്രാർത്ഥന! ഇത്രയും നേരം പ്രാർത്ഥിക്കണോ? ഇത്രയും നേരം ദൈവമേ വിളിക്കണോ? ഇത്രയും നേരം നമുക്ക് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കണോ? ഇന്ന് പരാതി പറയാൻ വരും. വാർത്ത വന്നില്ലേ? ഭർത്താവേ, നിനക്കും വിചാരമില്ലേ ഞാൻ സാമ്പാർ ഇളക്കിക്കൊണ്ടിരിക്കുക? ആ സ്പൂണൊന്ന് കഴുകാനെങ്കിലും അവളോടൊന്ന് വരാൻ പറഞ്ഞൂടെ? നിനക്ക് വിചാരമില്ലേ? കർത്താവിന് നേരമില്ല. കർത്താവിന്റെ മുമ്പിൽ ഇതുപോലെ കുറെ സബ്ജക്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. ആരും എടുക്കാത്ത കുറെ സബ്ജക്ട് വെക്കും കർത്താവിന്റെ മുമ്പിൽ. നിനക്ക് വിചാരമില്ലേ? നിന്റെ മുമ്പിൽ കൊണ്ട് എത്ര നാളുകൊണ്ട് തട്ടേക്കുന്ന ആർക്കും എടുക്കണ്ടാത്ത സബ്ജക്റ്റുകൾ കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ വെക്കും. നേരമില്ല. ദൈവത്തിന് അത് നോക്കാൻ നേരമില്ല. ദൈവത്തിന് തീയുള്ളവനെ ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഒരെണ്ണം മതി. ആ വീട്ടിൽ ഒരെണ്ണം മതി. ഈ 2024 എന്റെ കർത്താവ് നിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നിന്റെ വീട്ടിൽ 10 പേരുണ്ടാവും. കൊള്ളാമെന്നുള്ള ഒരുവൾ അത് നീയാണെങ്കിൽ നീ മതി. അതുകൊണ്ട് യേശു പറഞ്ഞേ, മാർത്തേ, നീ അകത്ത് സാമ്പാർ ഉണ്ടാക്കിയോ? പൂച്ച അടിച്ചോണ്ട് പോകും.
നീ മീനുണ്ടാക്കിയോ? ആ പൂച്ചയുടെ കുഞ്ഞുങ്ങൾ അടിച്ചുകൊണ്ട് പോകും. നീ ബിരിയാണി ഉണ്ടാക്കിയോ? അകത്ത് മിക്കവാറും കോഴി കയറി അത് കൊത്തിക്കൊണ്ടു പോകും. പക്ഷെ ഇവൾ ഇവിടെ ഇരുന്ന് പ്രാപിച്ചില്ലേ? ഇവൾ എന്റെ പാദപീഠത്തിൽ ഇരുന്നില്ലേ? ഒരു കാറ്റുപോലും അതിനെ അപഹരിക്കാൻ വരികയില്ല. ഒരു കാറ്റുപോലും അതിനെ അപഹരിക്കാൻ വരികയില്ല. ഒരു കാറ്റുപോലും അതിനെ അപഹരിക്കാൻ വരികയില്ല. ഒരു കാറ്റുപോലും. മോനെ, നിന്റെ കയ്യിൽ നീ കൂട്ടിവെച്ചതൊക്കെ കാറ്റു പാറ്റിക്കൊണ്ടു പോകുന്നത് പോലെ പോയില്ലേ? നീ ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ നീ വേനൽക്കാലത്ത് ശേഖരിച്ച് വെച്ചതൊക്കെ ഒരു ഇടി വീണ് കരിഞ്ഞു പോകുന്നത് പോലെ പോയില്ലേ? നീ കൂട്ടിവെച്ചതും നീ നേടിയതും നീ വായ്പ വാങ്ങിയതും വരെ നിന്റെ കയ്യിൽ നിന്ന് ശത്രു അപഹരിച്ചു കൊണ്ടുപോയില്ലേ? പക്ഷെ അപഹരിക്കാൻ കഴിയാത്ത ഒന്നുണ്ടെന്ന് യേശു പഠിപ്പിക്കുന്നു. അപഹരിക്കാൻ കഴിയാത്ത ഒന്നുണ്ടെന്ന് ദൈവം പഠിപ്പിക്കുന്നു. നീ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ച ബന്ധങ്ങൾ പോലും നീ പോലും അറിയാതെ പിശാച് അടർത്തി മാറ്റിക്കൊണ്ടുപോയില്ലേ? നാളത്തേക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതി നീ കൂട്ടിവെച്ച നീ സമ്പാദ്യങ്ങൾ പോലും ശത്രു പല രീതിയിൽ അപഹരിച്ചു കൊണ്ടുപോയില്ലേ? ഇത് അപഹരിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന്, ഈ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻവെസ്റ്റ് ചെയ്തവൻ മാത്രം അറിയുന്ന ഒന്നാണെന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ഈ നിക്ഷേപത്തിനകത്ത് നീ കയറിക്കോ, ഈ സ്കീമിൽ നീ കയറിക്കോ. നീ 2023 വരെ കയറിയില്ലെങ്കിലും ഈ 24 നീ ഈ സ്കീമിൽ കയറിക്കോ, നിനക്ക് ലാഭമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ പറയാ, മാർത്ത പറയാ, യേശു പറയാ, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നിന്റെ വേദനാജനകമാകുന്ന ഒരു മുഹൂർത്തത്തിൽ, ഉള്ളം തകർന്നു പോകുന്ന ഒരു നിമിഷത്തിൽ നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയോ? ഞാൻ എൻ്റെ വിശ്വാസം അർപ്പിച്ച സ്ഥലം തെറ്റിപ്പോയോ? ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത ഇടം തെറ്റിപ്പോയോ? ഞാൻ വിളിച്ച ദൈവം മാറിപ്പോയോ? ഇതൊന്നും അല്ലേ? ഇങ്ങനെയൊന്നും അല്ലേ വേണ്ടേ? ഇതൊന്നും സത്യമല്ലേ? ഇതൊക്കെ പൊള്ളത്തരമാണോ? ചിന്തിച്ചു പോകേണ്ട നിലവാരത്തിൽ ഒരുപക്ഷെ നിന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരിക്കാം. യോബിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാന് വേണ്ടിയിരുന്നില്ല എന്ന് വരെ ചിന്തിക്കേണ്ട സാഹചര്യത്തിൽ കൂടെ നിന്ന ഭാര്യ പോലും പറഞ്ഞു, മനുഷ്യ, ഇനിയെങ്കിലും നിന്റെ ഭക്തിയെ വിട്ടുകളഞ്ഞിട്ട് നിന്റെ വിശ്വാസം, നിന്റെ ദൈവമൊക്കെ തള്ളി പറഞ്ഞിട്ട് പോയി ചാക്. ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനത്തെ ഘട്ടത്തിൽ വരെ, കാരണം നമ്മളെ ചേർത്ത് നിർത്തേണ്ടവർ പോലും നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും, നമ്മളെ അകറ്റിക്കളഞ്ഞ് സംസാരിക്കുമ്പോഴും, വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുമ്പോഴും ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇരുന്ന സ്ഥലം തെറ്റിപ്പോയോ? ഞാൻ വെയിറ്റ് ചെയ്തത് അബദ്ധമായിപ്പോയോ? ഞാൻ പ്രതീക്ഷ അർപ്പിച്ചത് തെറ്റായ സ്ഥലത്താണോ? ഞാൻ വിളിച്ച ദൈവം മാറിപ്പോയോ? ഹല്ലേലൂയ. പൈശാചിക സാമ്രാജ്യങ്ങളും ജാതീയ മണ്ഡലങ്ങളും ബന്ധുമിത്രാദികളും ഒരുമിച്ച് അതെ തെറ്റിപ്പോയി, ഇതൊന്നും അല്ലായിരുന്നു വേണ്ടത്, ഇതൊന്നും അല്ലായിരുന്നു വഴി, അന്നേ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ, അന്നേ ഈ വഴിയിൽ പോയായിരുന്നെങ്കിൽ, അന്നേ ഈ നിലകളിൽ പോയായിരുന്നെങ്കിൽ അത് നിനക്ക് തുണയായി മാറിയേനെ എന്ന് ഒന്നടങ്കം നിന്റെ 2 കാതുകളിലും വന്ന് സംസാരിക്കുമ്പോൾ അകത്ത് തീയുള്ള ഒരുവനോട് ദൈവാത്മാവ് പറയുന്നു, മോനെ, നീ തെരഞ്ഞെടുത്തതാണ് നല്ല അംശം. ഹല്ലേലൂയ. പറയാൻ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകാൻ ജീവിതത്തിൽ. പക്ഷേ നീ വാല്യുബിളായി കരുതുന്നതിനെ, നിനക്ക് വിലയുണ്ടെന്ന് നീ കരുതുന്നതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അടർത്തി മാറ്റത്തില്ല. നിനക്ക് വാല്യൂ ഉള്ളതിനെ അടർത്തി മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തെ വിശ്വസിച്ചോ എന്ന് പറയുന്ന ഒരു ദൈവം ഇല്ല. ഹല്ലേലൂയ. നീ റെസ്പെക്ട് ചെയ്യുന്നതിനെ, നീ വില കൊടുക്കുന്നതിനെ, ദൈവഹിതപ്രകാരം നീ റെസ്പെക്ട് ചെയ്യുന്നതിനെ, നീ സ്നേഹിക്കുന്നതിനെ, നീ ഇഷ്ടപ്പെടുന്നതിനെ, നീ പ്രാർത്ഥിക്കുന്ന ഒന്നിനെ നിന്റെ ജീവിതത്തിൽ നിന്ന്, അത് ശുശ്രൂഷയാകട്ടെ, അത് ബന്ധങ്ങളാകട്ടെ,
അതൊരു സഭയാകട്ടെ, അത് നിന്റെ ഭവനമാകട്ടെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന മറ്റേത് തരത്തിലുള്ള ബ്ലെസ്സിങ്സും ആകട്ടെ, നിന്റെ തലമുറകളാകട്ടെ, നീ റെസ്പെക്റ്റ് ചെയ്യുന്ന, നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, നീ സ്നേഹിക്കുന്ന, നിങ്ങൾ വില മുടക്കുന്ന ഒന്നിനെ നിങ്ങളുടെ ജീവിതത്തിൽ അടർത്തി മാറ്റിക്കൊണ്ട് ഇതും കർത്താവ് എനിക്ക് തന്ന സഹനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ദൈവമില്ല. ഹല്ലേലൂയ. മറിയേ, മോളെ, നീ തിരഞ്ഞെടുത്തതാടി ശരിയായ ഓപ്ഷൻ. ഇത് പറയാൻ പറ്റുമോ? എനിക്ക് വീട് വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റായ ഓപ്ഷനായി പോയി. ഈ ദൈവം അല്ല വീട് വെച്ച് തരുന്ന ദൈവം. എന്റെ കടം മാറിയില്ല, അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഓപ്ഷൻ തെറ്റായി പോയി. അതുകൊണ്ട് ഈ ദൈവം എനിക്ക് കടം മാറ്റി തരുന്നൊരു ദൈവമല്ല. എനിക്ക് നഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ല, അതുകൊണ്ട് ഈ ദൈവം ജോലി തരുന്നൊരു ദൈവമല്ല. അങ്ങനെയൊക്കെ ദൈവങ്ങളുണ്ടോ? ജോലി തരാൻ ഒരു ദൈവം, വീട് വെച്ച് തരാൻ വേറൊരു ദൈവം, വായ്പ സാങ്ഷൻ ആക്കി തരാൻ വേറൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലാണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ട് കേരളം മുഴുവനും ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞേനെ. ഹല്ലേലൂയ, സ്തോത്രം. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. ഈ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു സമയം വരും. എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റുപാടുന്നൊരു സമയം വരും. അപഹരിച്ചു കളയാൻ കഴിയാത്തൊരു വിശ്വാസത്തിനുടമയായി മാറുക. അപഹരിച്ചു കളയാൻ കഴിയാത്ത, സാത്താൻ അപഹരിച്ചു കളയാൻ കഴിയാത്ത ഒരു വിശ്വാസത്തിനുടമയായി മാറുക, ഉടമസ്ഥനായി മാറുക. താഴേക്ക് വായിക്കുമ്പോൾ കർത്താവ് അവളോട്, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നതുമില്ല. ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, ആർക്കും മോഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം നിന്റെ ഉള്ളത്തിൽ സിസ്റ്റമാറ്റിക്കായി വർഷങ്ങൾ കൊണ്ട് പകർന്നതിനെ ഇന്ന് ദൈവാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയതും, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ലേ എന്ന് നിങ്ങൾ തന്നെ ആശങ്കപ്പെട്ടതും, എനിക്കാകാൻ കഴിയത്തില്ലേ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴായി കരുതിയതുമാകുന്ന ചിലത് ഇന്ന് സാത്താൻ പലപ്പോഴും അതിൻ്റെ സമയങ്ങളെ അപഹരിക്കുകയും അവസരങ്ങളെ അപഹരിക്കുകയും പലരുടെയും ആത്മാർത്ഥതയെ പോലും അപഹരിക്കുകയും ചെയ്ത് പല സ്ഥലങ്ങളിലും നീ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ വരെ നിന്നെ കൊണ്ടെത്തിച്ചിട്ട് ഒരു വലിയ നിരാശയുടെ പടുകൂറ്റൻ കുഴിയിലേക്ക് നിന്നെ തള്ളിയിട്ടതും ഡിപ്രഷനും ആങ്സൈറ്റിയും കൊണ്ട് നിന്റെ മുഴുവൻ കഴിവുകളെയും അഭിഷേകത്തെ പോലും ബന്ധിച്ചതുമാകുന്ന എല്ലാ സാത്താനിക ഉടമ്പടികളും ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ കട്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നതങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ ആകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ കരുതിയത്, ഇതുവരെ ആമേൻ 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 ഈ കേട്ട വാഗ്ദത്വമൊക്കെ മാനുഷികമായിരുന്നു എന്ന് വരെ കരുതിയതിനെ ദൈവാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓപ്ഷൻ എന്റേതാണ്. നിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന 3-4 ഓപ്ഷൻസ് കാണും. 3-4 ഓപ്ഷൻസ് കാണും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം, ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസർ കറക്കി കുത്തി എടുക്കാം. അല്ലെങ്കിൽ വൈസ്ഫുള്ളി നിങ്ങൾക്ക് ചിന്തിച്ച് ശരിയായ ഒന്നിനെ നിനക്ക് ഓപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ തലമുറകൾ ക്രിസ്തുവിലേക്ക് വരാത്തത് കൊണ്ട് നീ തിരഞ്ഞെടുത്ത ഓപ്ഷൻ തെറ്റാകുന്നില്ല. നിന്റെ വിവാഹം നടക്കാത്തത് കൊണ്ട് നീ തിരഞ്ഞെടുത്ത ഓപ്ഷൻ തെറ്റാകുന്നില്ല.
മാർത്ത മറിയെ അംഗീകരിക്കാത്തത് കൊണ്ട്, അല്ല നീ ഇരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറിയ ചെയ്ത കർമ്മം തെറ്റാകുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ വന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങൾ ഈ പള്ളിയിൽ പോകുന്നതും ദൈവമേ ദൈവമേ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നതും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതൊക്കെ പലർക്കും ഒരു പരിഹാസമായിരിക്കാം. അതുകൊണ്ടൊരിക്കലും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാകുന്നുമില്ല, നിങ്ങൾ തിരഞ്ഞെടുത്തത് തെറ്റാകുന്നതുമില്ല. സ്തോത്രം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്തു എന്നറിയാൻ ഏറ്റവും നല്ലത് നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ വിജയിച്ചു. മറിയ കർത്താവിന്റെ പാദപീഠത്തിലല്ലേ ഇരുന്നത്? സ്വന്തം സഹോദരി തന്നെ വിരൽ ചൂണ്ടിയില്ലേ? ദേ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ മഹാമടിച്ചിയാ, നിനക്കൊന്ന് പറഞ്ഞൂടെ എന്റെ കൂടെ വന്ന് സഹായിക്കാൻ? സ്വന്തം സഹോദരി തനിക്കെതിരാവുകയാണ്. മറിയയ്ക്ക് മാർത്തയാണ് അന്നേരം എതിരായതെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കും എതിരാകുന്നത്. അപ്പനമ്മമാർക്ക് മക്കളായിരിക്കും എതിരാകുന്നത്. മക്കൾക്ക് അപ്പനമ്മമാരായിരിക്കും എതിരാകുന്നത്. മരുമകൾക്ക് അമ്മായിയമ്മയായിരിക്കും എതിരാകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അയൽവാസികളായിരിക്കും എതിരാകുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് എതിർപ്പുകൾ ഉള്ളത് കൊണ്ട്, പോരാട്ടമുള്ളത് കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത വിശ്വാസം തെറ്റാകുന്നില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെ പറയുക, നീ നിരാശപ്പെടരുത്. മാർത്ത കുറ്റപ്പെടുത്തി, മാർത്തയുടെ അമ്മ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് മറിയേ നീ നിരാശപ്പെടരുത്. നീ ഇരിക്കുന്ന പാദപീഠം അതൊരു പ്രത്യേക പ്രസൻസ് ഉള്ളതാ. നീ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നീ ഉള്ളത്തിലേക്ക് നീ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഇരിപ്പിടം വിട്ട് നീ എഴുന്നേൽക്കുമ്പോൾ തന്നെ സാത്താന്റെ കോട്ടകൾ ഇടിയാൻ തക്കവണ്ണം ഉള്ളതാ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. നീ എഴുന്നേറ്റാ മതി, നീ എഴുന്നേറ്റാ മതി, നീ എഴുന്നേറ്റാ മതി. പത്രോസിനെ ചെല്ലാൻ കഴിവില്ലാത്തടത്തൊക്കെ തുവാല കൊടുത്തു വിടുമായിരുന്നു. പൗലോസിന് ചെല്ലാൻ കഴിവില്ലാത്തടത്തൊക്കെ തുവാല കൊടുത്തു വിടുമായിരുന്നു. കർച്ചീഫ് കൊടുത്തു വിടുമായിരുന്നു. ഇതുകൊണ്ട് ഇട്ടാൽ തന്നെ രോഗികൾ സൗഖ്യമാകുന്നതിന്റെ കാരണം ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവന്റെ കൂടെ ഇരിക്കേണ്ട പോലെ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നത് കൊണ്ടാണ് എഴുന്നേറ്റപ്പോ തന്നെ ചിലത് സംഭവിക്കുന്നത്. ഇന്ന് നീ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ തന്നെ നിന്റെ ദേശത്ത് പോലും ഒരു വിടുതൽ സംഭവിക്കും. നീ എഴുന്നേൽക്കുമ്പോ തന്നെ നിന്റെ വീടിനകത്ത് വാദിക്കുന്ന പോരുകൾ ഇല്ലാതായി തീരും. നീ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ തന്നെ നിന്റെ അസമാധാനത്തിൽ നിന്റെ അസമാധാനത്തിന് കാരണമായി നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തീയാൽ കരിച്ചു കളയും. നീ എഴുന്നേൽക്കുമ്പോ തന്നെ തീ പാറാൻ തുടങ്ങും. നിന്റെ തലമുറകൾക്ക് നേരെ വാദിക്കുന്നത്, നിന്റെ തലമുറകൾക്ക് നേരെ അവകാശം ചൊല്ലുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ, ജാതിക മണ്ഡലങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിൽ തന്നെ അത് കരിഞ്ഞു മാറുകയാ. തലമുറകൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ടോ? ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ടോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭവനത്തിന് നേരെയാണോ വാദം? നിന്റെ ഫിനാൻസിന് നേരെയാണോ വാദം? തലമുറകൾക്ക് നേരെയാണോ വാദം? ശുശ്രൂഷയ്ക്ക് നേരെയാണോ വാദം? ബിസിനസിന് നേരെയാണോ വാദം? ജോലി സ്ഥലത്താണോ വാദം? യേശുവിന്റെ നാമത്തിൽ അതിന് ക്യാൻസൽ ആകുന്നു. നീ എഴുന്നേൽക്കുമ്പോ തന്നെ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോ തന്നെ അത്ഭുതം, അത്ഭുതം, അത്ഭുതം. But one thing is necessary. Mary has chosen the good portion which will not be taken away from her. അത് അവളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു പാളയം മുഴുവൻ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട്
നിന്റെ ഉള്ളത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന തീയാകട്ടെ, അഭിഷേകമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, നിയോഗങ്ങളായിരിക്കട്ടെ, വാഗ്ദത്തങ്ങളായിരിക്കട്ടെ, നിന്നിന്ന് എടുത്തു മാറ്റാൻ കഴിയത്തില്ല. കാരണം നീ തെരഞ്ഞെടുത്തു എന്നുള്ളതിനേക്കാൾ നീ ചോസനാണ്, നീ ബുക്ക്ഡാണ്, നീ ചോസനാണ്. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ സംഭവമാണ്. ഒരു വലിയ സംഭവമാണ്. നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമാണ്. ഇതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? അവരുടെ മേൽ എന്തോ ദൈവം കടുകട്ടിയായ ചിലത് പകരാൻ പോവുക. നിന്നെ ദൈവം ശാഖോപശാഖകളായി പിരിച്ചു മാറ്റും. നീ പ്രയോജനപ്പെടാൻ തുടങ്ങും. നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ചു തുടങ്ങും. കുഞ്ഞെ, നിന്നെ ഒതുക്കാൻ ശ്രമിച്ച എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളും മാനുഷിക മണ്ഡലങ്ങളും ദൈവത്തിന്റെ ആത്മാവ് വെട്ടിയെറിയാൻ പോവാ. ഇന്ന് രാത്രിയിൽ എന്തോ ചിലത് അസാധാരണമായി നടക്കും. നീ തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോവാണോ? നീ ഒരു തീ ജ്വാലയായി മാറും. നീ ഒരു തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോവാണോ? നിന്നെ പരിശുദ്ധാത്മാവ് ഒരു തീ ജ്വാലയാക്കി മാറ്റും. നീ കത്തിപ്പോകാനല്ല ശദ്രക്, മേശക്, അബേദ്നെഗോവേ നിന്നെ ദൈവം തീക്കകത്തേക്ക് എറിഞ്ഞത് അല്ല. നിനക്ക് വേണ്ടി തീയുടെ വാതിൽ തുറന്നത് നിങ്ങൾ മൂന്നെണ്ണം കത്തിപ്പോകാനല്ല. നീ തീയിൽ നിന്നാലും നാലാമനൊരുവൻ നിന്റെ കൂടെ ഈ നിൽപ്പുണ്ടെന്നുള്ളത് കാണുകയും ആ തീയിൽ നീയൊക്കെ തീയായി മാറുന്നു എന്നുള്ളത് കാണുകയും അത് കാണുന്നവന്റെ മേൽ ആ തീയുടെ പകർച്ച വെളിപ്പെടാൻ വേണ്ടിയുമാ നിന്നെ ചില തീക്കകത്ത് ദൈവം അനുവദിക്കുന്നത്. കാണുന്നവന്റെ മേൽ പകരുന്ന തീ, പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്നവന്റെ മേൽ പകരുന്ന തീ, നീ തീയാകുന്നത് കണ്ടോണ്ടിരിക്കുന്നവന്റെ മേൽ പകരുന്ന തീ. എന്തോ ചിലത് അസാധാരണമായി ഇതിനകത്ത് സംഭവിക്കുന്നു. എന്തോ ചിലത് അസാധാരണമായി ഇതിനകത്ത് സംഭവിക്കുന്നു. തീക്കകത്ത് കിടന്ന് പൊളയുന്നതും വെന്തു നീറുന്നതും കാണാമെന്ന് കരുതിയ രാജാവേ, അവര് തീക്കകത്ത് നിൽക്കുന്നത് കണ്ടപ്പോ തന്നെ നീ തീയായി മാറിയില്ലേ? ഇതിന്റെ ഒരു നിയമം ഇറക്കിയില്ലേ? ഇവരുടെ ദൈവമാ ജീവനുള്ള ദൈവം. അയ്യോയ്യോയ്യോ, ഇവരുടെ ദൈവമാ ജീവനുള്ള ദൈവം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവരുടെ ദൈവം നമ്മുടെ ദൈവം. പറയാൻ പോവുക മോളെ, ആ വിശ്വാസം നിന്റെ വീട്ടിൽ ചിലർ ഏറ്റു പറയാൻ പോവുക. നിന്റെ കൂടെ ചേർന്നത് ഏറ്റു പറയാൻ പോവുക. അപഹരിപ്പാൻ കഴിയാത്ത ഒന്ന് ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുക. അപഹരിക്കാൻ കഴിയാത്ത ഒന്ന്, എടുത്തു കളയാൻ കഴിയാത്ത ഒന്ന്. നീ പറയാൻ പോവാ, എനിക്ക് ശക്തനായവൻ വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്നെന്തോ ചിലത് അസാധാരണമായി. ജീസസ് നീ തീച്ചൂളക്കകത്തുകൂടെ കടന്നു പോകുമ്പോ നീ ചിന്തിക്കും, അയ്യോ ഞാൻ ഇപ്പൊ വെന്ത് നീറിപ്പോകും, കരിഞ്ഞു പോകും. പക്ഷെ ചില സമയങ്ങൾ നീ തീക്കകത്ത് നിൽക്കുന്നത് നല്ലതാ. ഒന്ന്, നീ തീക്കകത്ത് പോകാൻ കാരണമായവൻ മാനസാന്തരപ്പെടും. നീ തീക്കകത്തൂടെയൊക്കെ കടന്നു പോകാൻ കാരണക്കാരനായില്ലേ, അവൻ മാനസാന്തരപ്പെടും. രണ്ട്, പിന്നെ നീ തീ കണ്ട പേടിക്കത്തില്ല. നിന്നെ ചിലതിന് കാലിബർ ഉള്ളവനാക്കാൻ ദൈവം ജീവിതത്തിൽ ചില തീയൊക്കെ അനുവദിക്കും. മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കും, ഈ തീ കത്തിക്കാനും കരിക്കാനുമാ, ഈ തീ ഉള്ളതും കൂടെ കരിക്കാനാ. പക്ഷേ നിന്നെ ദൈവം, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെയിലിൽ കിളിർത്തത് അല്ല, തീയിൽ കിളിർത്തത് വെയിലത്ത് വാടുകയല്ല. തീയിൽ കിളിർത്തത് വെയിലത്ത് വാടത്തില്ല.
ദൈവം ആരുടെയൊക്കെയോ മേൽ ഈ സെക്കൻഡിൽ എന്തോ പുതിയത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, ദൈവം പകർന്നുകൊണ്ടിരിക്കുക. മറിയേ, തെരഞ്ഞെടുക്കേണ്ടത് നീയാണ്. ഇതും കൂടെ കൊണ്ട് തലമേൽ ആരെങ്കിലും പൊത്തിത്തന്നെങ്കിൽ കൊള്ളായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മറിയയ്ക്ക് അത് പ്രാപിക്കാൻ പറ്റത്തില്ല. നീ തന്നെ ദാഹത്തോടെ, കൊതിയോടെ, വാഞ്ചയോടെ അത് പ്രാപിക്കുക. നീ തന്നെ അത് കൊതിയോടെ പ്രാപിക്കുക. മാർത്തമാർ കുറ്റം പറയും. നിന്റെ സഹോദരി പോലും നിന്നെ കുറ്റം പറഞ്ഞെന്ന് വരും. നിന്റെ ബന്ധുക്കൾ പോലും നിന്നെ കുറ്റം പറഞ്ഞെന്ന് വരും. ലീവ് ഇറ്റ്, നെവർ മൈൻഡ്. നീ ആരുടെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നറിയ. നിന്റെ സഹോദരി നിന്നെ കുറിച്ച് സാക്ഷ്യം പറയണ്ട. യേശു നിന്നെ കുറിച്ച് സംസാരിച്ചോളൂ. നിന്റെ സഹോദരി നിന്നെ നല്ലതാന്ന് പറയണ്ട. യേശു നിന്നെ കുറിച്ച് സംസാരിച്ചോളൂ. But no one thinks is necessary. Mary has chosen the good portion which will not be taken away from her. അതാർക്കും അവളിൽ നിന്ന് എടുത്തു കളവാൻ കഴിയത്തില്ല. ആ നിലവാരത്തിൽ അവൾ അത്ര ഉറപ്പോടെയാ തെരഞ്ഞെടുത്തിരിക്കുന്നേ. പറയാൻ പറ്റുമോ? ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത്ര ഉറപ്പോടെയാണ്. ഞാൻ ഈ കർത്താവിനെ അഭയം ചൊല്ലിയിരിക്കുന്നത് അത്ര ഉറപ്പോടെയാണ്, അത്ര ഉറപ്പോടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നെന്തോ എവിഡന്റിക്കലി നിന്റെ ശരീരത്തിൽ നടക്കും. ഓ റീമാ ബാബാ ശാന്തേരിയ. പ്രാപിക്കാൻ കൃപയുണ്ടെങ്കിൽ പ്രാപിക്കുക, സ്വീകരിക്കാൻ കൃപയുണ്ടെങ്കിൽ സ്വീകരിക്കുക. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു അത്യത്ഭുതമാകുന്ന ദൈവപ്രവൃത്തി ഈ ജനത്തിന്റെ ശരീരങ്ങളിൽ നടക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. കംപ്ലീറ്റ് ഹീലിംഗ് I decree and declare Shakataya Bokoshia complete healings undagate in Jesus name. Remenemetaya Bogoshikena Yeshuvinte namathil Rakata Boshe Lakotara Boshaya Latarabo Lahat Chabo Bobo Bosheyaka. ഈ പ്രാർത്ഥനയിൽ ശത്രുവിന്റെ കൂടാരങ്ങൾ കത്തി എരിയട്ടെ. ശത്രു കെട്ടിയ സകല കോട്ടകളും യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. ജയം 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 ദൈവജനത്തിനുള്ളത്, ജയം ദൈവജനത്തിനുള്ളത്. ഞങ്ങളത് അവകാശം പറയുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയിൽ ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന സകല ജനത്തിനായും ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനമൊന്നും തന്നെ സ്പർശിക്കപ്പെടാതെ പോകല്ലേ. ഈ ജനമെല്ലാം ദൈവകൃപ അനുഭവിക്കട്ടെ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഞാൻ അവരെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്. സുഹൃത്തെ, നീ വിശ്വസിക്കുക, നിന്റെ ജീവിതം തിരിയാൻ പോവുക. നിന്റെ ലൈഫ് കർത്താവ് ടേൺ ചെയ്യാൻ പോവുക. നിന്റെ ലൈഫിൽ വഴിമുടക്കികളായിട്ട് നിൽക്കുന്നവൻ മാനസാന്തരപ്പെടാൻ പോവുക. ആമേൻ പറ. നിന്റെ ജീവിതത്തിൽ വഴിമുടക്കികളായി നിൽക്കുന്ന ചില വഴിമുടക്കികളുടെ ഹൃദയം കർത്താവ് ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലൂടെ അത് മാറ്റാൻ പോവുക. നീ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന, നിന്നെ അംഗീകരിക്കാത്ത, നിന്നെ സ്നേഹിക്കാത്ത, നിന്നെ കരുതാത്ത, നിനക്കെവിടെ കുറവുണ്ടെന്ന് മാത്രം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ചിലരുടെ കണ്ണും കരളും ഹാർട്ടും ദൈവം ട്രാൻസ്പ്ലാന്റ് ചെയ്യും.
നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടാ കുഞ്ഞേത്? നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടാ? നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടാ? നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. റോമർ 4 പ്രകാരം നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ ശാപം പിടിച്ചവൻ, അയ്യോ ഞാൻ കഴിവില്ലാത്തവൻ എന്ന് പറയുന്നത് നിർത്തി നീ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവുമാണെന്ന് ഇന്ന് നീ ഏറ്റുപറയ, നീ വിശ്വസിക്ക്, നീ അത് അക്സെപ്റ്റ് ചെയ്യുക. നിന്റെ ജീവിതം മാറും. വഴിമുടക്കികൾക്ക് മാനസാന്തരത്തിനുള്ള കളമൊരുക്കിക്കൊണ്ട് 2024 സ്വർഗം തുറന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് വിഘ്നമായി നിൽക്കുന്ന സകലത് യേശുവിന്റെ നാമത്തിൽ തകർന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച മേഖല ജയിക്കുന്നു. എല്ലാ പൈശാചിക കൂരിരുട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുകയാ. സഭ ഒരുമിച്ച് അതിനെ ജയിക്കുന്നു. എന്റെ ദൈവം ഒരു അത്ഭുതം നടത്തണമേ. എന്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. This is the another year of harvest. അതങ്ങനെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ, പ്ലന്റി ആയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയി തീരട്ടെ കർത്താവേ. ഞങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാം നിരാശ കൊണ്ടുവരുന്ന ദുഷ്ടാത്മ പോരുകൾ യേശുവിന്റെ നാമത്തിൽ in the Jesus name in the name of Jesus. എല്ലാ അസൂയ കണ്ണുകളിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തീ പിടിച്ച് കരിയട്ടെ. അതൊക്കെ എല്ലാ നെഗറ്റീവ് ഫോഴ്സും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തീയിൽ കത്തിച്ചു മാറ്റുകയാ. ആത്മാവിൽ ജീവനില്ലാതിരിക്കുന്നതിന്മേൽ എല്ലാം ജീവൻ വരട്ടെ. In the name of Jesus. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര പേർക്ക് ചേർന്ന് ആമേൻ പറയാൻ പറ്റും? Praise to Jesus. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്ന സാധാരണമായ വിടുതലുകൾ ഇന്ന് നടന്നിട്ടുണ്ട്. സാക്ഷ്യപ്പെടുത്തുക. ഹീലിംഗ്സ് നടന്നിട്ടുണ്ട്. ചെക്ക് യുവർ ബോഡി. ദൈവം അത്ഭുതകരമായ സൗഖ്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സാക്ഷ്യപ്പെടുത്തണം. സാക്ഷ്യപ്പെടുത്താനുള്ള നമ്പർ ഇതാണ്. വാട്സാപ്പിൽ പറയാം. ഇന്ന് എന്താ പറയാ, ബാക്ക് പെയിൻ സൗഖ്യമായിട്ടുണ്ട്. അനാവശ്യമായി ശരീരത്തിലുള്ള സ്വെല്ലിംഗ്, നീര് വരുന്ന അവസ്ഥകൾ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ചെവി വേദന കർത്താവ് ഹീൽ ചെയ്തിട്ടുണ്ട്. വയറുവേദന കർത്താവ് ഹീൽ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ട്രബിൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ് ഗ്യാസ് ട്രബിൾ കർത്താവിന്റെ നാമത്തിൽ. കൈക്കുഴകൾ, കാൽക്കുഴകൾ ഒക്കെ ചലിക്കാത്ത, ഇങ്ങനെ എന്താ പറയാ, സ്തംഭിച്ചതുപോലെ മരവിച്ചതുപോലെ ഇരിക്കുന്ന അവസ്ഥകൾ കർത്താവ് ഹീൽ ചെയ്തിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഐസൈറ്റ് പ്രോബ്ലം കർത്താവ് ഹീൽ ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുക, കർത്താവ് നിന്റെ മേലത് പകർന്നിട്ടുണ്ട്. അപഹരിക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. നിന്റെ വിടുതൽ അപഹരിക്കാൻ കഴിയത്തില്ല. നിന്റെ സൗഖ്യം അപഹരിക്കാൻ കഴിയത്തില്ല. നിന്റെ നന്മ അപഹരിക്കാൻ കഴിയത്തില്ല. ദൈവം സൗഖ്യമാക്കുന്നു. യഹോവ റാഫ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രയർ ലൈൻ നമ്പർ ഇതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഈ നമ്പറിൽ വാട്സാപ്പിലൂടെയും അല്ലാതെ കോൾസിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷൻ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുവോളം നിങ്ങൾക്ക് കഴിയുന്നത് നൽകി സപ്പോർട്ട് ചെയ്യുകയും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ നിങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്താട്ടെ. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും ഉണ്ടാകും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചുവടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയ അനുഗ്രഹമായി സ്വർഗം മാറ്റട്ടെ. 2023 ചെയ്യാൻ കഴിയാത്തതെല്ലാം 2024 ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആർക്കും അപഹരിക്കാൻ കഴിയാത്ത ദൈവിക നന്മകളാൽ
ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമ്മുടെ മീറ്റിംഗ് ഇതേ ചാനലിൽ നടക്കുന്നുണ്ട്. 2 നേരവുമുള്ള മീറ്റിംഗിൽ പങ്കെടുത്താട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.